വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരുന്നൊരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മുടെ രേവതി സച്ചിക്കും അതുപോലെ തന്നെ അച്ഛനുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ രവി വന്നിട്ട് പറയുന്നുണ്ട്, മോളെ അച്ഛന് കുറച്ച് കഞ്ഞി മതി, അച്ഛൻ അതാണ് ഇഷ്ടമെന്നും പറഞ്ഞ് ആ കഞ്ഞി വാങ്ങി കുടിക്കുമ്പോഴത്തേക്കിനും സച്ചി കൈയൊക്കെ കഴുകി വരികയാണ്. അല്ല, ഇതെന്താണ് ഇന്ന് കാർന്നൊരു കഞ്ഞിയിൽ ഒതുക്കിയത്? സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ കഴിക്കുന്നത്. അതെ, എനിക്കിന്ന് കഞ്ഞി കുടിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനിത് കഴിക്കുകയാണ്. അല്ല, നിനക്ക് എന്താ വേണ്ടത്? അതെ, ഞാൻ ഇന്ന് ദോശയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നും പറഞ്ഞ് രേവതി കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ, നീ ധൃതി ഒന്നും വെക്കണ്ട, അച്ഛൻ കഴിച്ച് കഴിയട്ടെ, അച്ഛൻ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എന്താണെന്ന് വെച്ചാലോ ഉണ്ടാക്കി തന്നാൽ മതിയെന്നും പറഞ്ഞ് സച്ചി അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പം സച്ചിയാണെങ്കിലും നമ്മുടെ രവി ഭക്ഷണം കഴിക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പം രവി പറയുന്നുണ്ട്, എന്താടാ കുട്ടിക്കാലത്ത് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി കഴിക്കുന്നതൊക്കെ ആലോചിച്ച് നിൽക്കുകയാണോ? അത് തന്നെയാണ് അച്ഛാ. എന്താ നിനക്ക് ഒരു വായ വേണോന്ന് ചോദിക്കുമ്പം ഇപ്പം എന്തായാലും വേണ്ട, ഞാൻ ഇത്ര വലിയ കുട്ടിയായില്ലേ എന്നും പറഞ്ഞ് സച്ചി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ചന്ദ്രമതി അങ്ങോട്ട് വന്നു. അല്ല രേവതി, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പം, ഇല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണെങ്കിലോ രവി ഇങ്ങനെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന കാണുമ്പം, അല്ല മനുഷ്യ, നിങ്ങളിതെന്താ ഈ രാവിലെ തന്നെ, അതും ഈ വേഷത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും പുറത്തു പോവാണോ? അതേടി, ഞാനൊരു കല്യാണത്തിന് പോവാണ്. കല്യാണത്തിനോ? എന്ത്? എന്നിട്ട് നിങ്ങൾ എന്നോട് ഇന്നലെ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പരിഭവം പറയുകയാണ്. അപ്പം രവി ആണെങ്കിലോ, ഞാൻ പുതിയതായിട്ടൊരു കല്യാണം കഴിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഭയങ്കര ഒരു ആലോചനയാണെന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ഒന്ന് ദേഷ്യഭാവത്തിൽ നമ്മുടെ രവിയെ നോക്കി. അപ്പോൾ അതാ രവി പറയുകയാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണമാണ്, ഞാൻ നന്നായിട്ടൊക്കെ അല്ലേ ഒരുങ്ങിയേക്കുന്നത്, നീ ഒന്ന് നോക്ക്. അല്ലെങ്കിൽ എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നത്? ഇവിടെ ദേ നമ്മുടെ ബ്യൂട്ടി പാർലറുകാരി ശ്രുതി ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി ഒരുക്കി തന്നാ പോരെ, അച്ഛൻ നല്ല സൂപ്പർ സ്റ്റാറായി നിൽക്കുമെന്നും പറഞ്ഞ് സച്ചി കളിയാക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതിയോടും അതുപോലെ സച്ചിയോടും ഒക്കെ യാത്ര പറഞ്ഞ് രവി കൂട്ടുകാരൻ്റെ മകളുടെ വിവാഹത്തിന് പോവുകയാണ്. ഈ സമയത്താണെങ്കിലോ എല്ലാവരും ഇപ്പോൾ വരും, രേവതി വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്നും പറഞ്ഞ് ചന്ദ്രമതി തിടുക്ക കൂട്ടുകയാണ്. അങ്ങനെ ഇവരവിടെ ഇരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ സച്ചിയുടെ ഒരു കൂട്ടുകാരൻ വരിക. അവൻ വന്നതും വളരെ കാര്യമായിട്ട് ചന്ദ്രമതിയും സച്ചിയും കൂടി അവനെ വിളിച്ചിരുത്തി. അമ്മയ്ക്ക് അറിയാലോ ഇത് എൻ്റെ കൂടെ പഠിച്ച ചെക്കനാണെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പം, എടാ എനിക്ക് അവനെ മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ഇങ്ങോട്ട് ക്ഷണിച്ചിരുത്തിയതെന്നും പറഞ്ഞ് ചന്ദ്രയും സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ സുധി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. സുധിയാണെങ്കിലോ അവിടെ വന്നിരുന്ന സമയത്ത് തന്നെ, അതെ ഇത് നിന്റെ ചേട്ടനല്ലേ, നിന്റെ ചേട്ടൻ നേരത്തെ ക്രിക്കറ്റൊക്കെ കളിക്കില്ലായിരുന്നു എന്നും പറഞ്ഞ് ആ വന്ന കൂട്ടുകാരൻ പയ്യൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയാണെങ്കിലോ, നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാനൊക്കെ അറിയാമല്ലേ? ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് അവളിങ്ങനെ സംസാരിക്കുമ്പം, പണ്ടൊക്കെ അതും സ്കൂൾ ടൈമിൽ ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു, ഇപ്പം വലുതായതിന് ശേഷമാണ് ആ കളിയോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി സ്വന്തമായിട്ട് അങ്ങ് പുകഴ്ത്തുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ വന്ന കാര്യം പറയാണ്, എടാ എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ്, ഞാൻ അത് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പം സച്ചി നമ്മുടെ സുധിയെ ഒന്ന് നോക്കി. എടാ നിന്റെ ചേട്ടൻ്റെ കല്യാണമാണെങ്കിൽ നീ ആ ദിവസം അവിടെ ഉണ്ടാകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ സച്ചി നീ അങ്ങനെ പറഞ്ഞത്? എടാ നിന്റെ ചേട്ടൻ നേരത്തെ ഏതോ ഒരു ചേച്ചിയെ പ്രേമിച്ചില്ലേ, ആ ചേച്ചിയാണോ നിന്റെ ചേട്ടൻ കെട്ടുന്നത്? അല്ലടാ, അവരല്ല, ഇത് വേറെയാണ്, ഇത് അറേഞ്ച്ഡ് മാരേജാന്നും പറഞ്ഞ് കൂട്ടുകാരൻ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കിനും, എന്നാ നീ പെട്ടു. നിന്റെ ചേട്ടൻ ഈ കല്യാണത്തിന് എങ്ങാനും ഇഷ്ടമില്ലെങ്കിൽ ആ സമയത്ത് അവൻ മുങ്ങിക്കഴിഞ്ഞാൽ ഈ പെണ്ണ് നിന്റെ തലയിലാകും. എൻ്റെ കല്യാണം അങ്ങനെയാണ് നടന്നതെന്നും പറഞ്ഞ് ഇവൻ രേവതി തലയിലായ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവൾക്ക് ഭയങ്കര സങ്കടമായി. ഇവളെ കണ്ടതും നമ്മുടെ സച്ചിയാണെങ്കിൽ, ഇതാണ് എൻ്റെ ഭാര്യ രേവതി എന്ന പേരെന്നൊക്കെ പറഞ്ഞ് അവൾ കൊടുക്കുന്ന ചായയൊക്കെ വാങ്ങി ആ കൂട്ടുകാരന് കുടിച്ചു. പക്ഷേ സച്ചിയുടെ വർത്തമാനം ശരിക്കും പറഞ്ഞാൽ സച്ചി കളിയാക്കി പറഞ്ഞതാണെങ്കിലും അത് നമ്മുടെ രേവതിക്ക് അങ്ങ് കൊണ്ടു. ഈ അവസരമൊക്കെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിലും മുതലാക്കുകയാണ്. ചന്ദ്രമതി പറയാൻ തുടങ്ങി, അതെ നിനക്കിപ്പം മനസ്സിലായല്ലോ, സച്ചിയുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം മനസ്സിലായില്ലേ? ഇങ്ങനെ ഇരിക്കും നീ എത്ര കണ്ട് ഇവിടെ കിടന്ന് തുള്ളിയാലും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അവൻ്റെ മനസ്സിൽ നിന്നോട് പ്രത്യേകിച്ച് സ്നേഹമോ പരിഗണനയോ ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ രേവതിയെ കുത്തി സംസാരിക്കുമ്പോൾ സുധിയാണെങ്കിലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിരുന്ന് ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശ്രുതിക്ക് വലിയ സങ്കടമൊക്കെ ആയി കേട്ടോ, എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് അവളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ
അതെ, ഇവൾക്ക് ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു, അത് ഇന്നത്തോടു കൂടി തീരുമാനമാകുമെന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. രേവതി മനസ്സില്ലാ മനസ്സോടു കൂടി അവർക്കൊക്കെ കാപ്പി കൊടുത്തു. അപ്പം അവൾ അടുക്കളയിൽ പോയി നിന്ന് ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിലോ വന്ന കൂട്ടുകാരനെ യാത്രയാക്കുകയാണ്. അപ്പം കല്യാണത്തിന് എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് കൂട്ടുകാരൻ പോയി. അതിനുശേഷം നമ്മുടെ സച്ചിയാണെങ്കിൽ കിച്ചണിൽ വന്നു. അതെ, കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേ? ദോശ വേഗം എടുത്തേന്ന് പറയുമ്പം രേവതി ആണെങ്കിലോ അതെ, ഇവിടെ ദോശമാവില്ല, അതുകൊണ്ട് ഇന്ന് ദോശയും ഇല്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്, ഇഡലിയാണോ ഉണ്ടാക്കിയത്? ഇഡലിയാണെങ്കിൽ ഇച്ചിരി ഇഡലി ഇങ്ങനെ എടുക്കെന്ന് പറഞ്ഞു. അതെ, ഇവിടെ ഇഡലി മാവും ദോശമാവും ഒരു മാവും ഇല്ല, ഇവിടെ ഒന്നുമില്ല, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടും ഇല്ല എന്നും പറഞ്ഞ് അവള് ദേഷ്യപ്പെടുകയാണ്. അല്ല രേവതി, നിനക്കിത് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് സച്ചിയാണെങ്കിൽ ഇച്ചിരി മുന്നേ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോഴത്തേക്കിനും രേവതിയുടെ മനസ്സിൽ ചന്ദ്രമതി പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് നമ്മുടെ സച്ചിയോട് പെരുമാറുന്നത്. അപ്പം ചന്ദ്ര വന്നു. അതെ, ഇവിടെ ഞങ്ങൾക്കൊക്കെ വിശപ്പാകാൻ തുടങ്ങി, ഒന്നും ഉണ്ടാക്കിയില്ലേന്ന് ചോദിക്കുമ്പം ഞാൻ ഇന്നിവിടെ ഒരു ഫുഡും ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് ഞാൻ അടുക്കള കയറിയെന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു സാധനവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ആവശ്യക്കാര് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളാൻ പറയുകയാണ്. അപ്പൊ ഇത് കേട്ട് ചന്ദ്ര കണ്ടില്ലേ അവളുടെ അഹങ്കാരം, ഇവളെ ഏതോ ഒരു വലിയ കൊമ്പത്തുനിന്ന് വന്നതുപോലെ ആണല്ലോ ഈ വീട്ടിൽ കിടന്ന് കാണിക്കുന്നതെന്നും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പം ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ഓഫീസിൽ പോകാൻ റെഡിയായി വന്നു. അവർ വന്ന് ചോദിക്കുന്നുണ്ട്, അതെ രേവതി, വേഗം ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത്, ഞങ്ങൾക്കൊക്കെ വിശക്കുവാണ്, കഴിച്ചിട്ട് എളുപ്പം പോകാനുള്ളതാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഇവിടെ ഞാനിന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അതുപോലെ വീട്ടു സാധനങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആർക്കാ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോണമെന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതെ, നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനോട് കാണിക്കണമെന്നും പറഞ്ഞ് ചന്ദ്രമതി വീണ്ടും കയർത്ത് വരുമ്പോഴത്തേക്ക് രേവതി പറയാണ്, ഞാൻ ഇവിടെ ആഹാരം ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു യന്ത്രമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എനിക്കും ഉണ്ടൊരു മനസ്സെന്നും പറഞ്ഞ് അവള് ദേഷ്യപ്പെട്ട കിച്ചണിലേക്ക് പോവാ. അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ വാ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്നും പറഞ്ഞ് ശ്രുതിയും കൂടി അവിടുന്ന് പോവാണ്. അപ്പൊ അതാ ശ്രീകാന്തും വർഷയും വന്നു. അവര് വന്നിട്ടാണെങ്കിലോ അല്ലേ ഒന്നും ഉണ്ടാക്കിയില്ലേ രേവതി ചേച്ചി എന്ന് ചോദിക്കുമ്പം ഇല്ല ശ്രീകാന്ത്, ഇന്ന് എനിക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഞാനൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുമ്പം വർഷം വന്നിട്ട് പറയുന്നുണ്ട്, സാരമില്ല ചേച്ചി, എല്ലാ ദിവസവും ചേച്ചി ഇങ്ങനെ അടുക്കള കയറി കഷ്ടപ്പെടുന്നതല്ലേ, ഇന്ന് ചേച്ചിക്ക് ഒരു റെസ്റ്റ് ആയിക്കോട്ടെ, ഇന്നത്തെ ഫുഡ് ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളാന്നും പറഞ്ഞ് അവൾ ഓർഡർ ചെയ്ത് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുക. അപ്പൊ ഈ സമയത്ത് നമ്മുടെ രേവതി അടുക്കളയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരേ നിപ്പും ഈ ദേഷ്യഭാവവും ഒക്കെ കാണുമ്പം എന്താണ് നീ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്ന് ചോദിച്ച് സച്ചി അവളുടെ അടുത്ത് കൂടി സച്ചിയോട് പറയാണ്, ദേ നിങ്ങൾക്ക് ഞാനൊരു ശല്യമാണെങ്കിൽ അത് എന്നോട് തുറന്ന് പറയണം, അല്ലാതെ വീട്ടിൽ വരുന്ന ആൾക്കാരുടെ അടുത്തല്ല സംസാരിക്കേണ്ടത്. നിങ്ങളുടെ അമ്മ എന്നെ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ കണ്ടോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചന്ദ്രമതി ഈ ഒരു വാക്ക് കേട്ടപ്പോൾ പേടിച്ചു കേട്ടോ. ഇനി സച്ചി എങ്ങാനും ഇവർ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇവരെ എടുത്ത് പൊരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചന്ദ്രമതിക്ക് ഒരു സംശയവും ഇല്ല. അങ്ങനെ ചന്ദ്ര പേടിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് രേവതി പറയുക, ഞാൻ നിങ്ങളുടെ തലയിലായി എന്നും പറഞ്ഞ് നിങ്ങൾ നാഴികക്ക് 40 വട്ടവും പറയുന്നുണ്ടല്ലോ, എനിക്കറിയാം ഞാൻ നിങ്ങൾക്കൊരു ഭാരമാണെന്ന്, എനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിച്ച് കയറി വരുമ്പോഴത്തേക്കും സച്ചി പറയാണ്, അതെ ഒന്നും മിണ്ടാതെ നിൽക്കാവോ, ഓരോ കാര്യങ്ങളും ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതാണ്, നീ പക്ഷെ ചിന്തിച്ചു കൂട്ടിയാണ് ഇങ്ങനെയൊക്കെ വഷളാക്കുന്നതെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് സച്ചിയും ഫുഡ് കഴിക്കാതെ അവിടുന്ന് ഇറങ്ങി. അപ്പൊ ചന്ദ്രമതി ആണെങ്കിലും എന്തേലും ആയിക്കോട്ടെ, രണ്ടും കൂടി അടിച്ചു പിരിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തില് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലും നമ്മുടെ രേവതിയെ ലക്ഷ്മിയമ്മ വിളിക്കുകയാണ്. ലക്ഷ്മിയമ്മയുടെ ഫോൺ കണ്ടതും എന്താ അമ്മ വിളിച്ചതെന്ന് ചോദിച്ച് ഒരു ദേഷ്യപ്പെട്ട രീതിയിൽ ലക്ഷ്മിയമ്മയോട് സംസാരിക്കുമ്പം, എന്താ മോളെ നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ? എനിക്ക് സങ്കടം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർത്തു തരാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും കൂടി എന്നെ ഒരുത്തൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടല്ലേ പോയിരിക്കുന്നതെന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് ഫോൺ വെക്കുകയാണ്. അപ്പം ലക്ഷ്മിയമ്മയ്ക്ക് വലിയ വിഷമമൊക്കെ ആയി. എന്താ തൻ്റെ മകൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ ലക്ഷ്മിയമ്മ ചിന്തിക്കുകയാണ്. അപ്പം ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് ഉള്ളത്. എന്തായാലും ചന്ദ്രമതി വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുകയില്ല. അപ്പം അത്തരത്തിലുള്ള വിശേഷത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്